എന്നെ വന്ന് ഞാൻ വർഗീയവാദിയാന്നാ പറയണേ, ലീഗുകാരിയാണ്, PDP-കാരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ. ഞാൻ അവനായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യങ്ങളും ഒന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ എനിക്ക് എന്നാന്നറിയില്ല, അവൻ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളടക്കം ഉള്ളപ്പോൾ വളരെ മോശം ഭാഷയിലാണ് സംസാരിച്ചത്. ഇന്നലെ ഇടുക്കി വണ്ണപ്പുറത്ത് 13-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി അംഗൻവാടി ഹെൽപ്പറെ അസഭ്യം പറയുന്ന വീഡിയോ പുറത്തുവരികയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. നമ്മളുള്ളത് അംഗൻവാടിയിലാണ്. അംഗൻവാടി ഹെൽപ്പറായിട്ടുള്ള നബീസയാണ് ഇന്നലെ LDF സ്ഥാനാർത്ഥി ലിജോ ജോസഫ് വളരെ മോശമായി സംസാരിക്കുകയും വർഗീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ അവൻ ഉച്ചയ്ക്ക് പിള്ളേർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കയറി വന്നാണ് ഈ അനാവശ്യങ്ങളെല്ലാം പറയും ഇതൊക്കെ. ഞാൻ ആദ്യമൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവൻ എന്നെ വാശി പിടിപ്പിച്ച് എന്നെ വീഡിയോ പിടിപ്പിച്ചതാ. സർക്കിളിനെ ഇട്ട് കൊടുക്കുക, അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കാൻ പറഞ്ഞ്. ആ വീഡിയോയിലെല്ലാം തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്നാ ഇത് ഇവിടെ ഈ വീട്ടിലെ അവനും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവനോട് ചോദിച്ചാൽ അവൻ പറയും എന്നെ വന്ന് ഞാൻ വർഗീയവാദിയാന്നാ പറയണേ, ലീഗുകാരിയാണ്, PDP-കാരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ. ഞാൻ അവനായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യങ്ങളും ഒന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ എനിക്ക് എന്നാന്നറിയില്ല, അവൻ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളടക്കം ഉള്ളപ്പോൾ വളരെ മോശം ഭാഷയിലാണ് സംസാരിച്ചത്. ആദ്യം പറഞ്ഞൊന്നും പറഞ്ഞില്ല. ഈ വാർഡിലെ മെമ്പറേയും ഈ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെയൊക്കെ ഇവൻ പറയുന്നത്. ഈ സമയം സ്കൂളിലെ അധ്യാപികയായ ടീച്ചറായിട്ടുള്ള മിനി കൂടി ഉണ്ടായിരുന്നു. എന്താണ് ടീച്ചർ സംഭവിച്ചത്? കുട്ടികളടക്കം ഉണ്ടായിരുന്നല്ലോ. ഉച്ചയ്ക്ക് ഇവിടെ പിള്ളേരെ കിടത്തിയ സമയത്ത് പുള്ളി കയറി വന്നു. അപ്പോൾ ഇവിടെ വാതിൽ തുറന്നിട്ടൊക്കെ ഇത്ത വാതിക്കരിക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. ആ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ വോട്ട് എനിക്ക് കിട്ടില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ കയറി വന്ന എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോട്ടേക്കാണ് ചോദിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ഒരു നോട്ടീസ് കൊടുത്ത് ഇത്ത പറഞ്ഞു, എനിക്ക് നോട്ടീസ് വേണ്ട, നീ എൻ്റെ വോട്ട് നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാലേ പിന്നെ എന്തിനാണ് നോട്ടീസ് എന്ന് ചോദിച്ചു. അന്നേരം എനിക്കൊരു നോട്ടീസ് കൊണ്ട് തന്നു. എനിക്ക് കൊണ്ട് തന്നു കഴിഞ്ഞ് പിന്നെ ഇത്തായോട് അങ്ങനെയൊക്കെ PDP-കാരിയാണോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അംഗൻവാടിക്കകത്ത് ഇങ്ങനത്തെ വർത്താനൊന്നും പറയാൻ പറ്റില്ല, ലിജോ ഇറങ്ങിപ്പോ, പിള്ളേർ കിടക്കുന്ന സമയം കുറച്ച് പേര് ഉറങ്ങിയിട്ടുണ്ട്, കുറച്ച് പേര് ഉറങ്ങിയിട്ടില്ല, അപ്പം ഇങ്ങനെയൊന്നും പറയാൻ കൊള്ളില്ല, പോകാൻ പറഞ്ഞു. അന്നേരം ഇവിടുത്തെ എന്ത് കേസ് കൊടുക്കുക, അതെണ്ടൊക്കെ ചെയ്യണമൊക്കെ അതെണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇറങ്ങിപ്പോട്ടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ മുതലാണ് ഇത്ത വീഡിയോ പിടിച്ചേക്കണത്. അത് കഴിഞ്ഞ് വീണ്ടും വളരെ മോശം ഭാഷയിൽ കേട്ടാലറിക്കുന്ന ഭാഷയിലാണ് പിന്നെ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യം കൂടുതലായിട്ട് പറഞ്ഞെന്ന്. അന്നേരം പിന്നെ അത്രയൊന്നും പിടിച്ചില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യണ്ടല്ലോ, ഒരു സ്ഥാനാർത്ഥിയല്ലോ എന്ന് ഓർത്തൊന്നും ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം ഇത്ത അത് വീഡിയോ പിടിച്ചത്. വീഡിയോ പിടിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ലിജോട് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്താക്ക് ഇവിടെ തന്നെ പറയേണ്ട കാര്യമുള്ളതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇത്ത എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത്തന്നെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഞാനും പറഞ്ഞു. വളരെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ? എനിക്ക് പ്രൊമോഷൻ എന്നെ ആയിട്ട് ചെത്തിയൊന്നും പറഞ്ഞിട്ടില്ല, ഇത്താനാണല്ലോ. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതായിരുന്നു ടീച്ചറായിട്ട്. ഞാൻ അത് പോയില്ല. അതിന് വരെ അവൻ കുറ്റം. മരിച്ചുപോയ ഭർത്താവിന് അന്നത്തെ അവസ്ഥയിൽ മരത്തേന്ന് വീണ് മരിച്ച ആളാ. അപ്പൊ അന്നേരത്തെ അവസ്ഥയിൽ ഒത്തിരി ആൾക്കാരുടെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ പാർട്ടിക്കാരുടെയും സഹായം തന്നിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ അവൻ ഈ സമയത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് എന്നെ ഭയങ്കര രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചതാ. പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നും 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറ്. വകുപ്പിൽ അറിയിച്ചിരുന്നു, ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. കേസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യം അവിടെ ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും ഓഫീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ സൂപ്പർവൈസറെ അറിയിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സൂപ്പർവൈസർ പറഞ്ഞു, ഇത്താടെ ഉചിതം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അംഗൻവാടി വെച്ച് വ്യക്തിപരമായിട്ടുള്ള ഇത്താടുള്ള ഇതല്ലേ, അപ്പോൾ ഇത്ത എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലൂടെ ടീച്ചർ നടന്ന സംഭവം എന്താണെന്ന് പറയാൻ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയായിട്ടിരിക്കെ ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കുട്ടികളടക്കം പഠിക്കുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയാം. സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്തെങ്കിലും ഇവിടെ പരിപാടിക്ക് വന്നു കഴിയുമ്പോൾ ഇവന്റെ റോഡിൽ നിന്ന് മെമ്പറെ ചീത്ത വിളിക്കലും ഇതൊക്കെയാവും. ഇതിന് മുന്നേയും കാരണന്മാരുടെ മുന്നിൽ വെച്ച് മെമ്പറെ ചീത്ത വിളിച്ച് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതാ. അന്ന് പറഞ്ഞു തീർത്തും ഞങ്ങൾ ഒഴിവാക്കി വിടിയിച്ചതാ. പിന്നെയും ഇത് ഇന്നലെ വന്നിങ്ങനെ വന്നത്. പിന്നീടും ഒരു മോശം അനുഭവം ഉണ്ടായി. പിന്നെ വന്ന് പൂട്ടി എന്നെ തെറിയും വിളിച്ചിട്ട് അവൻ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. ഒരു ബാനർജി എന്ന് പറഞ്ഞ ഒരു ആളുടെ ബൈക്കിൽ അവൻ വന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചപ്പോൾ ആ വന്ന ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ വന്ന ആൾ എന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ് ഒന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയും ചെയ്തു. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മാന്യമായ ആളുകളോട് പ്രതികരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഏറ്റവും ഘടകവിരുദ്ധമായിട്ടാണ് വണ്ണപ്പുറത്ത് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാനിവിടെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അവനൊന്ന് വോട്ട് ചോദിച്ചു. അപ്പൊ ഇത്തായി കൊണ്ട് ചെയ്യില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് വർത്താൻ പറഞ്ഞു. ആദ്യമൊക്കെ തമാശ ചെയ്യില്ലാന്ന് നമ്മൾ കരുതി. പിന്നെ അത് സംസാര വിഷയം വേറെ ആയി, അനാവശ്യ വശങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത്താനെ കുറിച്ച് ഒരുപാട് മോശമായിട്ട് പറഞ്ഞപ്പോ ഇത്ത കരച്ചിലൊക്കെ ആയി. പിന്നെ അവർക്കൊന്ന് വെച്ചപ്പോൾ ലാസ്റ്റ് അവൻ ഇറങ്ങിപ്പോയി. പുള്ളി ഒരു സ്ഥിരം ഈ നിലയിൽ പ്രതികരിക്കുന്ന ആളാണോ അതോ പ്രത്യേക എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായതാണോ? അതിനെ കുറിച്ച് അറിയില്ല. പുള്ളിക്ക് നീ ഇത്താട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കണ്ടോ കാര്യമുണ്ടോന്നും അറിയില്ല. പുള്ളി ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ചെറിയ പ്രവർത്തനമാണ്.
അല്ല നമ്മൾ കരുതുന്നതേ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള പെരുമാറ്റമല്ലേ? അത് ആ ടീച്ചർ തന്നെ പറഞ്ഞു, നീ ഒരു സ്ഥാനാർത്ഥിയല്ലേ, അങ്ങനെയാണോ പെരുമാറണമെന്നൊക്കെ ചോദിച്ചു. സാധാരണ ഒരു സ്ഥാനാർത്ഥി ഒന്നും അങ്ങനെ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരോട് ഇഷ്ടമല്ല വോട്ട് ചെയ്യണമെന്ന്. അവര് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചില്ല, എന്നാ സംഭവിച്ചെന്നറിയില്ല. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.